ഹായ്, ഞാൻ റൈ സിദ്ദീഖ്. ഒരു കഥ പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ്. ഈ സിനിമ റിലീസായിട്ട് ഇന്ന് 21 ദിവസമായിരിക്കുന്നു. ഈ സിനിമ കേരളത്തിൽ എല്ലായിടത്തും വളരെ നല്ല റെസ്പോൺസാണ്. ഇത് ശരിക്കൊരു ഫാമിലി സബ്ജക്റ്റാണ്. എന്തായാലും ഇത് എന്താ പറഞ്ഞ പ്രേക്ഷകർക്ക് എല്ലാവരും ഇത് ഇഷ്ടമാവുന്നത് യാതൊരു സംശയമില്ല. കാര്യം അത്രയും ഒരു ഓഡിയൻസിൻ്റെ പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും നല്ലൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഞാനൊരു ഒരു കോവാൽ എന്ന് പറയുന്ന ഒരു ഡെഫ് ക്യാരക്ടറാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. എന്തായാലും ഈ സിനിമ ഒരു ഫാമിലി ഓഡിയൻസിനാണ് ശരിക്കും അത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ സിനിമ ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. ഇതൊരു നമ്മളൊരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സിനിമയിൽ നല്ല പാട്ടുകളുണ്ട്. ഈ സിനിമയിൽ എന്താ പറഞ്ഞ എല്ലാ ഇമോഷൻസും ഈ സിനിമയിലുണ്ട്. നല്ല ആക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പടം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പടം കാണുക, വിജയിപ്പിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. നന്ദി. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം ഞങ്ങളൊരു 7 വർഷം എടുത്തിട്ടാണ് ഈ സിനിമ പൂർത്തീകരിച്ചത്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾക്ക് ഒരു ഫ്ലഡ് സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഷൂട്ടിംഗ് സ്റ്റോപ്പായി പോയി. പിന്നീട് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് കൊറോണ വന്ന് കുറച്ച് 2 വർഷം അങ്ങനെ പോയി. പിന്നീട് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ വീണ്ടും ഒരു പ്രളയം വന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഈ സിനിമ ഞങ്ങൾ പൂർത്തീകരിച്ചെടുത്തു. അവസാനം ഞങ്ങൾ തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഈ തിയേറ്ററിൽ എത്തിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ പടം വിജയിച്ചു എന്ന് തന്നെ പറയാം. കാര്യം ഒരുപാട് പേരുടെ എന്താ പറഞ്ഞ നല്ല റെസ്പോൺസ് ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയുക വിജയിച്ചു എന്നൊരു തെളിവാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും കാണാത്ത ഈ സിനിമ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യുക. നമസ്കാരം. എൻ്റെ പേര് മധുസൂദനൻ മാവേലിക്കര എന്നാണ്. ഒരു കഥ പറയും നേരം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ഒരു കഥ പറയും നേരം എന്ന സിനിമ എൻ്റെ 18ാമത്തെ സിനിമയാണ്, ചെറുതും വലുതുമായ. ഈ സിനിമ ഞാൻ പുതുമുഖങ്ങളെയാണ് കൂടുതലും, നായകനും നായികയും പുതുമുഖങ്ങളാണ്. എന്നോട് പലരും ചോദിച്ചു, താങ്കൾ വൻ നിരയിൽപ്പെട്ട നായകനെയും നായികമാരെയും വെച്ച് സിനിമകൾ, വലിയ വലിയ സിനിമകൾ എടുത്തല്ലോ, എന്തുകൊണ്ടാണ് പുതിയ ആൾക്കാരെ വെച്ച് സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുവരെ എടുത്ത സിനിമയിൽ ഒക്കെ അതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായ ഒരു കഥയാണ് ഈ കഥയെന്ന് പറഞ്ഞത്. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് പുതുമുഖങ്ങളെ വെച്ചെടുത്താലും ഈ സിനിമ ഭംഗിയായിട്ട് തിയേറ്ററിൽ ഓടാൻ ചാൻസ് ഉണ്ട്, തിയേറ്ററിൽ ഓടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ സിനിമ പുതുമുഖങ്ങളെ വെച്ചെടുത്തിരിക്കുന്നത്. നല്ലതായിട്ടുണ്ടായിരുന്നു പടം. നല്ല ഒരു കുടുംബം. അടിപൊളി പടം, നല്ലൊരു സൂപ്പർ സിനിമ, നല്ല സിനിമ, സൂപ്പർ സിനിമ, നല്ല സിനിമ, സൂപ്പർ, നല്ലൊരു ഫാമിലി മൂവി, നല്ല മൂവി, നല്ല മൂവി. കൊള്ളായിരുന്നു, സൂപ്പർ, കൊള്ളാം, കൊള്ളായിരുന്നു, നല്ല പടം. നല്ല മൂവിയായിരുന്നു. കൊള്ളായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം, കൊള്ളാം. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഗമൺ, കുട്ടിക്കാനം, മൂന്നാർ. അതിമനോഹരമായ സ്ഥലങ്ങളാണല്ലോ, നമുക്കറിയാം. എല്ലാ സ്ഥലങ്ങളും വളരെയധികം ഒപ്പിയെടുത്തിരിക്കുകയാണ് ഈ സിനിമയിൽ. അതുപോലെ തന്നെ മനോഹരമായ പാട്ടുകളുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ ക്യാമറ ആയാലും എല്ലാവരും നല്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാവരും അഭിനയിച്ചു. ഇതിപ്പോ ഇന്ന് 22ാമത്തെ ദിവസമാണ് ചില തിയേറ്ററുകളിൽ ഓടുന്നത്. ചില തിയേറ്ററുകളിൽ 2 ആഴ്ച ഓടി, 3 ആഴ്ച ഓടി, 4ാം വാരത്തിലേക്ക് കടന്നിരിക്കുക ഈ സിനിമ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഒരു പടം എടുത്തിട്ടുണ്ട്, എറിക് എന്ന് പറഞ്ഞ ഒരു പടം എടുത്തിട്ടുണ്ട്. അത് ലണ്ടനിലായിരുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ. അത് ബിഗ് ബഡ്ജറ്റ് പടമാണ്.
ഹൊറർ മൂവിയാണ്. അത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിലീസിങ് വരുന്നുണ്ട്. ഈ വരുന്ന താരങ്ങളെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുത്തപ്പോഴത്തേക്കും ഈ ചെറിയൊരു സിനിമ എടുത്തപ്പോൾ ബുദ്ധിമുട്ടെന്തെങ്കിലും? അല്ല, അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. വളരെ കൂളായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ നടന്നു. പിന്നെ കുറേ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഷൂട്ടിംഗ് സമയത്ത് പ്രളയം വന്നു, കൊറോണ വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് നേരിട്ട്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഈ സിനിമ എടുക്കാൻ വേണ്ടി. കാരണം അറിയാമല്ലോ അവിടുത്തെ കാലാവസ്ഥ, നമ്മുടെ കുട്ടിക്കാനത്തെ ആയാലും മൂന്നാറിലെ ആയാലും വാഗമണ്ണിലെ ആയാലും കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മിനിറ്റിനുള്ളിൽ കാലാവസ്ഥ മാറും അവിടെ. അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കാലാവസ്ഥ മാറും പെട്ടെന്ന്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ അറിയാം. ഈ സിനിമയിൽ അത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വളരെ ബുദ്ധിമുട്ടിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും വന്ന് സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് വിജയിപ്പിക്കണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ ലെനിൻ സിനിമാസിലാണ്. ഇവിടെ ഇന്ന് ഞാൻ കൂടി അഭിനയിച്ച ഒരു കഥ പറയുന്നേരം സിനിമ റിലീസായ ദിവസമാണ്. ഇതൊരു എന്താ പറയുക, ഒരു കുഞ്ഞു സിനിമയാണ്, ഒരു കൊച്ചു സിനിമയാണ്. പുതുമുഖങ്ങൾ നായകനും നായികയായിട്ടുള്ള റൈസം റോഷിനി നായകനും നായികയുമായിട്ടുള്ള സിനിമയാണ് ഒരു കഥ പറയുന്നേരം. എനിക്കിതിലൊരു വളരെ നല്ലൊരു വേഷമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് മറ്റ് സീനിയർ ആർട്ടിസ്റ്റൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചാലി പാല, സീമാജി നായർ, നാരായണൻകുട്ടി ചേട്ടൻ, KTS പടന്ന സാറ്, കൊച്ചുപ്രേമൻ ചേട്ടൻ, പിന്നെ സോബി തിലകൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഒരു വളരെ നല്ലൊരു ഫാമിലി സിനിമയാണ്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഒരു ഫാമിലിയോടൊപ്പം കാണാൻ കൊള്ളാവുന്ന നല്ലൊരു കൊച്ചു സിനിമയാണ്. എല്ലാവരും വരണം. നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ സിനിമ ലെനിൻ സിനിമാസ് ആണ് സിനിമ. വൈകുന്നേരം 6 മണിക്കാണ് ഷോ. ഈ ഒരു സിനിമ കണ്ട് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവരും വരണം ഈ സിനിമ കാണണം. നൂർജാൻ കണ്ണൂരിലാണ് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? 2024 ന്യൂ ജനറേഷൻ്റെ കാലഘട്ടത്തിൽ ഒരു ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമയോടെ അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മളെപ്പോലുള്ള പുതിയ തലമുറ ഈ സിനിമ എങ്ങനെ അതങ്ങനെ ക്യാരക്ടറായിട്ട് തന്നെ തോന്നി. ആരും ആക്ടിങ് ചെയ്യുന്ന ഫീൽ ചെയ്തില്ല. സ്പെഷ്യലി ആ ഹീറോയിൻ, പിന്നെ സംവിധായകൻ, പിന്നെ ശോഭി തിലകൻ ചേട്ടന് വളരെ ശോഭി തിലകൻ മാത്രമല്ല, മറ്റേ ക്യാരക്ടറായിട്ട് തന്നെ ചെയ്യും. അതിനകത്ത് സംബന്ധിച്ച് 2 റോളാണ് ഒരേ സമയത്ത്, 2-3-4 ജോലികൾ ചെയ്ത്. സ്ക്രിപ്റ്റും റൈസിൻ്റെ ആണ്. അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരു സ്ക്രിപ്റ്റും ഡയറക്ഷനും അതിലെ പ്രധാന വേഷവും റൈസാണ് ചെയ്തു എന്നുള്ളൊരു എഡിറ്റിങ്. ഒരു വേഷം ചെയ്തോടൊപ്പം തന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഗാനവും ആലപിച്ചിട്ടുണ്ട്. ആ പാട്ടിനെ കുറിച്ച് പാട്ട് നന്നായിരുന്നു. 2 പാട്ടും കൊള്ളാം. നല്ല പാട്ട്, അടിപൊളി അടിപൊളി പാട്ട്. സാർ ആ പാട്ടിന് വരി ഒന്ന് സാറ് പാടി പാട്ട് ചേർത്തില്ലേ? ഞങ്ങൾ ആ പാട്ട് ഇഷ്ടപ്പെട്ടതിലും വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും കൂടുതൽ പറഞ്ഞ് നമുക്ക് എന്താ പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഈ സിനിമ പൂർത്തീകരിച്ചത്. ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി. പിന്നെ കൂടെയുള്ള എല്ലാവർക്കും, സിനിമയുടെ ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസേഴ്സും എല്ലാവർക്കും അതിൽ ചില രംഗങ്ങളെന്ന് പറയുന്നത് എല്ലാവരും പോലെ എനിക്ക് തോന്നിയത്, ഒന്ന് ആ കുറ്റം ഏറ്റെടുക്കുന്നതാണ് അല്ലേ. ആ കുറ്റം ഏറ്റെടുക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേക സീൻ. അതുപോലെ തന്നെ മകളും ഈ അച്ഛൻ്റെ അതേ, അതൊക്കെ വളരെയധികം എടുത്തു പറയാനുള്ള ഓടിയിലെ ഗോപാലിൻ്റെ അടുത്ത് ഇതിനകത്തിലെ നായിക എന്ന് പറയുന്നത് എൻ്റെ മകളാണ്. മകൾ റോഷനിയുടെ പ്രകടനമല്ലേ വെള്ളപ്രകടനം.
പുതിയ പുതിയ ഡയറക്ടർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നായികയായിട്ട് സാറിന്റെ മകൾ ആദ്യമായിട്ട് വരുന്ന സിനിമയാണ്. വാസ്തവത്തിനകത്ത് 5 പേർക്ക് ശേഷമാണ്. 5 പേർക്ക് ശേഷം. വാസ്തവല്ല സൂര്യന് അയാളെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് 5 പേര് കിട്ടി. പിന്നെ പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു. വാസ്തവത്തിൽ ആദ്യമായിട്ട് അന്ന് പൃഥ്വിരാജിന് 23 വയസ്സായിരുന്നു. അപ്പൊ ഇത് 21 ദിവസം സൂര്യനെടുത്തു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരു 18ാമത്തെ സിനിമയാണ്. 18ാമത്തെ സിനിമ. അപ്പൊ നമ്മുടെ ഈ ചിത്രം തിയേറ്ററിലെത്തിയിട്ട് 21 ദിവസം ആവുകയാണ്. ഇന്ന് 22ാം ദിവസം. ഇന്ന് 22ാമത്തെ ദിവസമാണ്. ഇത് കലമാനിൽ ചെയ്യുന്ന സോങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ സോങ്ങാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്ങാണ്. ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ കാണുന്നത്. പാട്ടുകൾ മ്യൂസിക് മറ്റേ ഇത് പാട്ടില്ല റിയന് അയ്യെങ്കിലും അതെന്താ ഞാൻ വിളിക്കാം. ഇല്ല പോട്ടെ.